നമസ്കാരം, സുധീഷ് ചെമ്പശ്ശേരിയാണ്. അപ്പൊ ഞാൻ എന്നുള്ളത് നിങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരണ്ടാത്ത ഒരു കലാകാരന്റെ കൂടെയാണ്. അപ്പൊ ഹരിയേട്ടന്റെ ഇപ്പൊ കണ്ട നമുക്ക് അങ്ങനത്തെ ഒരു ഇത്രയും വലിയ സിനിമകൾ ചെയ്ത ഒരാൾ, മമ്മൂട്ടിയുടെ കൂടെയും അതുപോലെ തന്നെ അച്ഛൻ ഉറങ്ങാത്ത വീട്, ജോക്കറിലൊന്നും നമ്മളെ അദ്ദേഹത്തെ മറക്കില്ല. അതേമാതിരി കന്മതം, അതുപോലെ മികച്ച വേഷങ്ങൾ ചെയ്ത ഒരു നടനാണ്. കുറച്ചു കാലങ്ങളായിട്ട് നമ്മൾ സിനിമകളിൽ അദ്ദേഹത്തെ കാണാം. അദ്ദേഹത്തിന്റെ ശബ്ദം പോലും നമ്മൾ ഒരിക്കലും മറക്കില്ല. കാരണം ഒറിജിനൽ വോയിസ് തന്നെയാണ് അദ്ദേഹം ഡബ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ആ ശബ്ദം പോലും മറക്കില്ല. ഞാൻ യാദൃശ്യമായിട്ടൊരു അമ്പലത്തിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ, പക്ഷേ ഹരിയേട്ടൻ എനിക്ക് മുന്നേ അറിയാം, പക്ഷെ അത് വളരെ ചെറുപ്പത്തിലായിരുന്നു ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ ഞാൻ ആ ഒരു ക്ഷേത്രത്തിന്റെ വീഡിയോ എടുക്കാൻ, അത് ഇദ്ദേഹത്തിന്റെ അധീനതയുള്ള ഒരു ക്ഷേത്രമായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി അവിടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ സംസാരിക്കാം. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് സംസാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. എന്തായാലും നമുക്ക് ഇദ്ദേഹത്തിന്റെ വിശേഷങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചറിയാം, സിനിമാ വിശേഷങ്ങളെ കുറിച്ച്. അപ്പൊ കുറെ ആളുകൾ എന്നോട് ഈ ഒരു ഫോട്ടോ ഞാൻ ഹരിയേട്ടന്റെ ഇട്ടപ്പോ തന്നെ ചോദിച്ചിരുന്നു, എന്നാണ് ഈ ഇന്റർവ്യൂ ചെയ്യുന്നത് ചോദിച്ചിരുന്നു. അപ്പൊ എന്നാണ് ഹരിയേട്ടന് അതിനൊരു ഒഴിവ് കിട്ടിയിട്ടുള്ളത്? എന്തായാലും നമുക്ക് ആ വിശേഷങ്ങൾ ചോദിക്കാം. ഞാനത് ഫേസ്ബുക്കിൽ, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ ആണ്. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക, മാക്സിമം ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഹരിയേട്ടാ നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ലതന്നെ പോകും. അതെല്ലേ. ഇപ്പൊ ഏതാ പുതിയ സിനിമകളൊന്നുമില്ല, മോശം. അത് എന്താണ് ഞാനത് ചോദിക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ, ഹരിയേട്ടനെ പോലെ ഒരു പ്രഗത്ഭനായ ആർട്ടിസ്റ്റ്, അതായത് ഒരിക്കൽ പോലും എനിക്ക് തോന്നുന്നു ചെയ്ത ഒരു സിനിമയും, അത് ഓടാത്ത സിനിമയാണെങ്കിൽ പോലും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മായാത്ത കഥാപാത്രങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താണ് പിന്നീട് ആ സിനിമയിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു ഞാൻ മാറി നിൽക്കണമെന്നല്ല, നമ്മൾ ആരും വിളിക്കണില്ല, വിളിച്ചാ പോവും. പറ്റിയ വേഷമാണെങ്കിൽ പോവും, അത്രേ ഉള്ളൂ. നമ്മളായിട്ട് മാറി നിൽക്കണമെന്നില്ല. എല്ലാവരും ഇപ്പൊ ക്രൈസിസിലാണല്ലോ. എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഇപ്പോ നമ്മുടെ അസോസിയേഷനിൽ തന്നെ എത്ര മെമ്പേഴ്സ് ഉണ്ട്? ഒരു 500-ന്റെ അടുത്ത് മെമ്പേഴ്സ് ഉണ്ട്. വളരെ ചുരുക്കം ചിലർക്കല്ലേ പടങ്ങളുള്ളൂ കൊല്ലത്തില്. പിന്നെ നമ്മളാരെയും അങ്ങനെ അങ്ങോട്ട് വിളിക്കും. ഇങ്ങനെ ഈ മികച്ച ഒരുപാട് നടന്മാർ നമുക്ക് മലയാള സിനിമയ്ക്ക് ഇതേപോലെ അവസരങ്ങളില്ലാതെ നഷ്ടപ്പെട്ടു പോകേണ്ടി തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. അതെന്താ, ഇപ്പൊ ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ആരെയും അങ്ങോട്ട് വിളിക്കലില്ല. നമ്മളെങ്ങോട്ട് വിളിച്ചാൽ നമുക്ക് പറ്റിയ വേഷമാണെങ്കിൽ ചെയ്യും, നമ്മള് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ചെയ്യും, അത്രേ ഉള്ളൂ. ഹരിയേട്ടന്റെ ഇതിൽ എന്തായിരിക്കും അങ്ങനെ? അപ്പൊ എനിക്ക് അറിയാം കുറെ ആളുകൾ മാറി നിൽക്കുന്ന കുറെ ആർട്ടിസ്റ്റുകളെ പരിചയമുണ്ട്, നേരിട്ട് പരിചയമുണ്ട്. അപ്പൊ അങ്ങനെ മാറി നിൽക്കാനുള്ള, അല്ലെങ്കിൽ അങ്ങനെ അവരൊന്നും ശരിക്കും മാറി നിൽക്കാൻ പാടില്ല. കാരണം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ എന്താ വെച്ചാലേ, ഇപ്പൊ ഈ ആർട്ടിസ്റ്റുകളുടെ ഇപ്പൊ ഒരാളിപ്പോ നിങ്ങളൊരു പടം എടുക്കുകയാണ്, നിങ്ങളൊരു പടം ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉള്ള ഒരു ഫോക്കസ് ഉണ്ടാവും, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സുഹൃത്ത് വലയത്തിലുള്ള ആളുകളുണ്ടാവും. പിന്നെ ഇപ്പൊ അങ്ങനെ ഒരു ഇപ്പോ സൂപ്പർ സ്റ്റാറുകൾ മാത്രമേ ഉള്ളൂ ഒരു മസ്റ്റ് ആയിട്ടുള്ളൂ. ബാക്കി ഒരു ആർട്ടിസ്റ്റുകൾ മസ്റ്റ് ഒന്നുമല്ലല്ലോ ഇവിടെ. സൂപ്പർ സ്റ്റാറുകൾ മസ്റ്റ് ആണെന്ന് പറയുന്നത് അവരെ വെച്ച് ബിസിനസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അവരുടെ ഡേറ്റ് മേടിക്കുക, ലാലിന്റെ മമ്മൂക്കയുടെ ഒക്കെ ഡേറ്റ് ആദ്യം മേടിക്കുക, അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള അങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ അവരൊരു പക്ഷെ ഇപ്പൊ അടുത്ത കാലങ്ങളിലൊക്കെ വിജയിച്ച പടങ്ങൾ എടുത്തു നോക്കി അതിനൊരു തിരുത്തിക്കുറിക്കൽ വന്നിട്ടുണ്ട്. കാരണം ആർട്ടിസ്റ്റുകൾ ശരിക്കും പറഞ്ഞ സ്ക്രിപ്റ്റ് ആണ് സൂപ്പർ സ്റ്റാർ ആവേണ്ടത്. അതുകൊണ്ട് നല്ല കഥകളും അതിനെ പറ്റിയ ആർട്ടിസ്റ്റുകളാണ് വേണ്ടത്. ഇപ്പൊ ഓരോ കാലത്തും ഓരോ രീതികളല്ലേ. അപ്പൊ ഒരു പടം ഹിറ്റായാൽ ആ പാറ്റേണിൽ കുറെ പടങ്ങൾ വരും, അങ്ങനെയുള്ളൂ. അതൊന്നും ഇപ്പൊ അതിനൊന്നും ഇപ്പൊ നമ്മൾ ആരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മളെ വിളിച്ചാൽ നമുക്ക് പറ്റിയ വേഷമാണെങ്കിൽ നമ്മൾ പോകും. അങ്ങനെ വിളികൾ കമ്മിയാണ്, അതേ ഉള്ളൂ സത്യമല്ല. അപ്പൊ നമ്മൾ വലിയ അഭിമാനമായിട്ട് അങ്ങനെയാണെന്ന് പറയുന്നതിലും അർത്ഥമില്ല. അതിലാണ് ഭയങ്കര രസം തോന്നി. കാരണം ഞാൻ ആദ്യ കാര്യങ്ങളോട് സംസാരിക്കുന്നത് സാധാരണ ആർട്ടിസ്റ്റുകൾ എന്താ പറയാ, പോയിട്ടൊക്കെ പറയും. പക്ഷെ നമ്മളെ വിളിക്കാത്തതുകൊണ്ട് നമ്മൾ പോകാത്തത്. നമ്മളങ്ങനെ സിനിമയിൽ നിന്ന് മറ്റേ അവധി എടുക്കുക അല്ലെങ്കിൽ ഒന്നുമില്ല. നമ്മുടേതായ കുറച്ച് ഇപ്പൊ പറഞ്ഞല്ലേ ക്ഷേത്രം, അവിടെ ഇപ്പൊ നമ്മള് പാരമ്പര്യമായിട്ട് പൂജ ചെയ്ത് വരുന്നാൽ ഇപ്പൊ നമ്മളാണ് ഈ തലമുറയിൽ അവിടെ പൂജ ചെയ്യേണ്ട ആള്. അതിൻ്റെതായ അതൊന്നും വലിയ തിരക്കൊന്നുമില്ല. മാസം 1-2 പൂജയൊക്കെ വേണ്ടു അവിടെ. ബാക്കി കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ സത്യം അതാണ്, ആരും വിളിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മള് വെറുതെ ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം? അതിലൊരു വിഷമം തോന്നിയിട്ടുണ്ടോ കലാകാരൻ എന്നുള്ള നിലയ്ക്ക്? നമുക്ക് അതിലൊന്നും വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മളൊരു ദൈവവിശ്വാസിയാണ്. നമുക്കുള്ള നമ്മളെ തേടി വരും, അത്ര തന്നെ. അടുത്ത് കുറച്ച് സീരിയലുകൾ ചെയ്തിരുന്നു. ഇപ്പൊ അവസാനം കറുത്തമുത്ത എന്ന് പറഞ്ഞൊരു സീരിയൽ ചെയ്തു. തെറ്റില്ലാത്തൊരു വേഷമായിരുന്നു. തിരുവനന്തപുരം സീരിയലുകൾ അധികം തിരുവനന്തപുരത്തല്ലേ. അപ്പൊ എന്താ വെച്ചാല് സീരിയലുകൾ ഇപ്പൊ നമുക്ക് മാസം ഒരു 10 ദിവസമൊക്കെ വർക്ക് വരും. അപ്പൊ സീരിയൽ സ്ഥിരം കമ്മിറ്റ് ചെയ്താൽ നമുക്ക് കുറച്ച് സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട്. ഇവിടെ ഈ പൂജകളുള്ളതുകൊണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ തലമുറയിൽ ഞാനാണ് പൂജ ചെയ്യേണ്ട ആള്. അപ്പൊ അത് പോയി നിൽക്കാനൊക്കെ അല്ല, അതാണ് മാസം 2 പൂജയെങ്കിലും നിർബന്ധമാണ്. അപ്പൊ അവിടെ പക്ഷെ ആളുകൾ ദൂരെ നിന്നൊക്കെ വരുന്നതല്ലേ. അപ്പൊ അതിൻ്റെതായ ഇപ്പൊ വേറെ വല്ലവർക്കും ഇത് മന്ത്രോപദേശം കൊടുക്കുന്നവരെ ഞാൻ തന്നെ ചെയ്യണമല്ലോ.
ഈ 100 ദിവസം ഓടിയ സിനിമകൾ തന്നെ കുറെ ഉണ്ട് ഹരിയേട്ടന്റെ അല്ലെ? അച്ഛനുറങ്ങാത്ത വീട്, കന്മതം അല്ലെ, ജോക്കർ. ജോക്കറൊക്കെ ജോക്കറിലൊക്കെ നല്ലൊരു വേഷമായിരുന്നല്ലോ. അവരുടെ പടമാണല്ലോ ലോഹിതദാസിന്റെ ആണല്ലോ നമ്മുടെ ഗോഡ് ഫാദർ. അതെ, അദ്ദേഹമായിട്ട് ഭയങ്കര ഒരു മാനസിക അടുപ്പുണ്ടായിരുന്ന ആളായിരുന്നു. അടുപ്പുണ്ടായിരുന്നു. അദ്ദേഹം എന്താ വെച്ചാല് നമ്മളിപ്പോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ദൈവികമായ അനുഗ്രഹമുള്ള ആൾ തന്നെയായിരുന്നു അദ്ദേഹം. അത് സംശയമില്ലാത്ത കാര്യമാണ്. സരസ്വതി ദേവിയുടെ അങ്ങേറ്റത്തെ കടാക്ഷമുള്ള ഒരാളായിരുന്നു. പലരും പലതും പറയുന്നുണ്ട്, അങ്ങനെയാണ് കഥകള്. ഞാൻ ഇതിന്റെ ഇടയിൽ ഒരു യൂട്യൂബിൽ കണ്ടു, കഥകള് ചരണ്ടി എടുത്തു. അതിലും എന്തോ എനിക്കറിയില്ല കേട്ടോ. പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു കഥ കിട്ടിയാൽ പോലും നിങ്ങൾക്ക് അത് സ്ക്രിപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിവാണല്ലോ, തിരക്കഥ എഴുതാൻ കഴിവാണല്ലോ. തീർച്ചയായിട്ടും കഥ കിട്ടി. ലോഹിതദാസിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് സിനിമ അടിച്ചു മാറ്റിയ പ്രിയദർശനൻ, മറ്റേ ലോഹിതദാസ്, ഇവരൊക്കെ പറയുന്നുണ്ട്, രഞ്ജിത്ത്. ഇതും ഈ പറയുന്നതിലൊന്നും അർത്ഥമല്ല. ഒരു കഥ കിട്ടിയാൽ അത് സിനിമാറ്റിക് ആക്കി കൊണ്ടുവരാൻ ഒരു കഴിവ് വേണ്ടേ? ഒരു കഥ കിട്ടിയാൽ എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റുമോ? ഒരു കഥ നിങ്ങളോ ഞാനോ കേട്ടോ, നമുക്കത് ചെയ്യാൻ പറ്റും? അതിന് നമ്മൾ ആ കഴിവിനെ അഭിനന്ദിച്ചല്ലേ പറ്റൂ. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അദ്ദേഹം ഇപ്പൊ നമുക്ക് പേഴ്സണലായി അറിയുന്ന ഒരാളാണ്. വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. പിന്നെ മനുഷ്യന്മാർക്കുള്ള ചില ഇതൊക്കെ ഉണ്ടാവും. അതിപ്പോ മനുഷ്യന്മാരെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ, അതിനൊക്കെ നമ്മള് പ്രൊജക്ട് ചെയ്തിട്ട് അങ്ങനെയാണെന്നൊക്കെ പറയുന്നതില് അതിപ്പോ അദ്ദേഹത്തിന് ഇത്രയും ഫെയിമോ വന്നോണ്ടല്ലേ ഇതൊക്കെ പറയണം. അല്ലെങ്കിൽ ആരാ പറയാ, കുറ്റം പറയുന്നതിലൊന്നും അർത്ഥമില്ല. എത്ര സിനിമ ചെയ്തിട്ടുണ്ടാവും ആര്യേട്ടൻ? ഞാനിപ്പോ അങ്ങനെ നോക്കിയിട്ടില്ല, ഒരു 10-50 സിനിമ ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ തന്നെ കണക്കൂട്ടിയപ്പോ തന്നെ അവിടുന്ന് മൊത്തം എടുത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് വെച്ചാൽ ഇപ്പൊ അതും ഇപ്പൊ എന്താ വെച്ചാല് നമ്മുടെ ഒരു ക്യാരക്ടേഴ്സ് എന്താ വെച്ചാല് ഇപ്പൊ അങ്ങനെ ആണല്ലോ. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സിനിമകളിലൊന്നും നമുക്ക് അതും നമ്മൾ മനസ്സിലാക്കണമല്ലോ. നമുക്ക് പറ്റിയ വേഷങ്ങള് ഇപ്പൊ ഒരു സിനിമ കാണുമ്പോ നമുക്ക് തോന്നുമല്ലോ, അതില് അങ്ങനെ നമുക്ക് പറ്റിയ വേഷങ്ങളാണോ എന്ന് സംശയം നമുക്ക് അങ്ങനത്തെ ഇതാണ് തോന്നുന്നത്. കാരണം ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പലതരം അച്ഛനും വേണ്ട അമ്മാവൻ വേണ്ട പുതിയ സിനിമകളൊക്കെ കാണാറുണ്ടോ? അങ്ങനെ തിയേറ്ററിൽ പോയിട്ടൊക്കെ വളരെ പണ്ടൊക്കെ കണ്ടിരുന്നു. ഇപ്പൊ അങ്ങനെ തിയേറ്ററിൽ പോയി കാണലൊക്കെ വളരെ ചുരുക്കാണ്. ടിവിയിൽ വരുമ്പോ കാണും, അങ്ങനെ തന്നെ കാണുള്ളൂ. ടിവിയിൽ വരുമ്പോ ഏതെങ്കിലും ഒരു വേഷം അതിന് ഞാൻ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നിയിട്ടുണ്ടോ? അതാപ്പൊ പറഞ്ഞു അങ്ങനെ ഇപ്പൊ നമ്മൾക്ക് നന്നായിരുന്നു എന്ന് തോന്നാവുന്ന ഒരു വേഷങ്ങളൊന്നും ഇപ്പൊ അടുത്ത കണ്ട സിനിമകളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. പണ്ട് ഈ ഭരതേട്ടന്റെ ഇതൊക്കെ ഉണ്ടല്ലോ, താഴ്വാരൊക്കെ കണ്ടപ്പോ ആ വില്ലന്റെ സലീം ഗൗസ് ചെയ്ത വേഷമൊക്കെ കണ്ടപ്പോ ഞാൻ കൊതിച്ചു പോയിട്ടുണ്ട്. അയ്യോ, ആ വേഷമൊക്കെ എനിക്ക് കിട്ടിയിരുന്നു. അതിന്റെ അർത്ഥം സിനിമയുടെ കഥയ്ക്ക് അത്രത്തോളം ഒരു കാമ്പില്ല. മറ്റേ MP സാറിന്റെ ആയിരുന്നല്ലോ സ്ക്രിപ്റ്റ്. അല്ല, പുതിയ സിനിമകൾക്ക് കഥയ്ക്ക് ഒരു കാമ്പില്ല. അത് അങ്ങനെയൊന്നും പറയണില്ല. ഇതിപ്പോ എന്താ അറിയോ, ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തരുടെ താല്പര്യങ്ങളാണ്. നമ്മളിപ്പോ പഴയ കഥകളും ഇപ്പോഴത്തെ കഥകളും നമ്മുടെ എല്ലാം മാറുകയാണല്ലോ. അപ്പൊ അതിനനുസരിച്ച് ടേസ്റ്റുകളും മനുഷ്യന്റെ മാറും. ഇപ്പൊ പറഞ്ഞ ന്യൂ ജനറേഷൻ ഇപ്പൊ എല്ലാവരും ടീനേജേഴ്സ് ആണല്ലോ പടം വിജയിപ്പിക്കുന്നത്. അവർക്ക് പറ്റിയ സംഭവങ്ങൾ അവർക്ക് പറ്റിയ ഇതിവൃത്യങ്ങളൊക്കെ കാണുമ്പോൾ അവരത് റിപ്പീറ്റഡ് ഓഡിയൻസ് ആണല്ലോ പടം ഹിറ്റാക്കുന്നത്. അപ്പൊ അത് അങ്ങനെ ആയിരിക്കാം. ഇപ്പോഴത്തെ നമുക്ക് അതിനോട് കൂടി സഞ്ചരിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അതൊക്കെ മോശമാണെന്ന് പറയണതിലൊന്നും അർത്ഥമില്ല. നമുക്ക് നമ്മുടെ ടേസ്റ്റ് വേറെ ആയിരുന്നു. പഴയ കഥകളാണ് നല്ലത്, അതൊന്നും പഴയ പാട്ടുകളാണ് നല്ലതെന്നും പറയുന്നതിലൊന്നും ഒരു അർത്ഥമില്ല. അപ്പൊ എല്ലാ മനുഷ്യരുടെ ടേസ്റ്റുകളും മാറിക്കൊണ്ടിരിക്കും. ചോദ്യങ്ങളൊന്നും ഒഴിഞ്ഞു മാറാനുള്ള ഒരു ഇതാണോ? അതൊന്നുമല്ല, ചോദ്യങ്ങളൊന്നും ഒഴിഞ്ഞു മാറില്ല. ഇപ്പൊ ഡിജിറ്റൽ യുഗമാണ്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ നമ്മളൊക്കെ പണ്ട് ഇപ്പൊ മൊബൈൽ ഫോണൊക്കെ നമുക്ക് അന്ന് സ്വപ്നം കാണാൻ പറ്റും. ഇങ്ങനത്തെ ഒരു കാലഘട്ടം വരുന്ന നമുക്ക് സ്വപ്നം കാണാൻ പറ്റും. അപ്പൊ അതൊക്കെ അതിനനുസരിച്ച് ടേസ്റ്റുകൾ മാറും മനുഷ്യന്റെ. അപ്പൊ നമ്മള് വിചാരിക്കണത് അത് അങ്ങനെ ആവണമെന്നൊന്നും നിർബന്ധം പിടിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ സിനിമയിൽ എന്തെങ്കിലും? അയ്യേ, ഒന്നുമില്ല. ആരും അങ്ങനെയൊന്നും അനുഭവങ്ങളില്ല. എന്തായാലും ഒരു സിനിമ എന്നുള്ള നിലയ്ക്ക് കുറച്ച് ചീത്ത അനുഭവങ്ങളും കുറച്ച് നല്ല അനുഭവങ്ങളും ഉണ്ടാവും. അല്ല, എന്നെ സംബന്ധിച്ചിട്ട് അങ്ങനെ വലിയ ചീത്ത അനുഭവങ്ങളൊന്നും വളരെ കമ്മിയാണ്. അങ്ങനെ ഉണ്ടായിട്ട് തന്നെ ഇല്ല എന്ന് പറയാം. അങ്ങനെ എന്നെ ആരും പറ്റിച്ചിട്ടും കാര്യങ്ങളൊന്നുമില്ല. നമ്മള് അത്രയും ജെന്യൂൻ ആയിട്ട് ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് അത് കൊള്ളുമെന്ന് ഒന്നുമില്ല. ആരും നമ്മളെന്തിനാ ഒരാളെ രക്ഷിക്കണം? ആവശ്യമില്ല. അതിനിപ്പോ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരാൾ നമ്മളോട് മോശമായി അത് ആ സന്ദർഭത്തിന്റെ ഇതായിരിക്കാം. ഒരാളെ നമ്മൾ കുറ്റപ്പെടുത്താൻ നിനക്ക് എന്താ അർത്ഥം? മനുഷ്യന്റെ അവസ്ഥയല്ലേ. കുറ്റപ്പെടുത്തണ്ട. അതൊന്നുമല്ല എന്നോട് ആരും അങ്ങനെ ഒരു മിസ്ബിഹേവിയർ ഒന്നും ഇതുവരെ നമുക്ക് അനുഭവം ഉണ്ടായിട്ടില്ല. പിന്നെന്തിനാ നമ്മൾ പറയുന്നത്? നമ്മളിപ്പോ എല്ലാം തഴഞ്ഞ ആളാണെന്ന് അല്ലെങ്കിൽ അതൊന്നും കാര്യമില്ല. വെറുതെ ഒരാളെ കുറ്റപ്പെടുത്താനോ അതിനൊന്നും
ശരിയല്ലല്ലോ. ഈ സിനിമകളില് ഇപ്പൊ അടുത്ത കാലഘട്ടത്തിലൊക്കെ വരുന്ന ഒരു ഇതാണ്, ഇപ്പൊ ന്യൂ ജനറേഷൻ ആളുകളാണ് സിനിമ അധികം കൈകാര്യം ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ മയക്കുമരുന്ന് കണ്ട ഇതിന്റെ ഒരു അതിപ്രസരം സിനിമയിലുണ്ട്. ഇപ്പൊ ഹരിയേട്ടന് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇത് തോന്നിയിട്ടുണ്ടോ മുന്നേ സിനിമ ചെയ്യുന്ന സമയങ്ങളിൽ? എന്തോ എനിക്ക് അനുഭവം ഇല്ല കേട്ടോ. ഞാൻ അങ്ങനെ ഞാൻ അഭിനയിച്ച ഒരു ഇതിലും വൈകുന്നേരമായി ആരെങ്കിലും ഒക്കെ രണ്ട് സ്മോൾ അടിക്കുന്നല്ലാതെ അതിലപ്പുറം ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് അനുഭവമില്ല. അങ്ങനെ വൈകുന്നേരമായ രണ്ടാളും അപ്പൊ കൂടുതലേ എന്നൊക്കെ ചോദിക്കും എന്നല്ലാതെ അതിലപ്പുറം മയക്കുമരുന്നുകളൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. അല്ല, എനിക്ക് അതിന്റെ പ്രസക്തി മനസ്സിലായിട്ടില്ല. ഇപ്പോഴത്തെ വാർത്തകൾ എന്തായാലും കേൾക്കുന്നുണ്ടാവുമല്ലോ, വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട്, പറയുന്നുണ്ട് MDMA. അങ്ങനെ കേൾക്കുമ്പോൾ വിഷമം തോന്നിയിട്ടുണ്ടോ? വിഷമം ഒന്നും തോന്നുമല്ലോ എല്ലാവർക്കും. ആർക്കും വിഷമം തോന്നുമല്ലോ. ന്യൂ ജനറേഷൻ അങ്ങനെ നശിച്ചു പോകാൻ പാടില്ലല്ലോ. ഇപ്പൊ ഒരു മനോരമയിൽ എന്തോ വായിച്ചു, ഈ ലഹരി ഉപയോഗിക്കുന്നതിന്റെ കോൺസിക്വൻസസിനെ കുറിച്ച് ഒരു ഡോക്ടർ എഴുതി. എല്ലുകൾ ഇതിൽ വെച്ചു പോകും, ഹാർട്ടിന് പ്രശ്നമാവും, കിഡ്നിക്ക് പ്രശ്നമാവും എന്നൊക്കെ എഴുതി. അതൊക്കെ മോശമല്ലേ? ഇപ്പൊ പുതിയ തലമുറയ്ക്ക് അതൊക്കെ നമ്മളെ ജീവിച്ചിരിക്കാനുള്ള അത്യാവശ്യം. എന്താ അവരോട് പറയാനുള്ളത്? ഉപയോഗിക്കരുത് തന്നെ പറയാനുള്ളത്. കഴിഞ്ഞാൽ അവോയ്ഡ് ചെയ്യുക. അപ്പൊ തൽക്കാലം ഒരു രസം തോന്നുമായിരിക്കും. അങ്ങനെ ഇപ്പൊ ഇതിലൊക്കെ നമ്മൾ അങ്ങനെയല്ല മനസ്സിലാക്കണം. കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് കിട്ടണം എന്നിട്ട് ഉപയോഗിക്കാൻ തുടങ്ങണം എന്നല്ലേ പറയുന്നത്. അപ്പൊ അത് കുട്ടികൾ ബോധവന്മാരെ, രക്ഷിതാക്കള് ബോധവന്മാരാക്കുക കുട്ടികളെ. അവനവന്റെ കുട്ടികളെ എല്ലാവരും ശ്രദ്ധിക്കുക. എന്താ ചെയ്യണേ, അവിടെ പോയി എന്ത് വന്നു എന്നൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. ഇപ്പൊ ഈ സിനിമ വിട്ടിട്ട് എത്ര ഒരു വർഷം അല്ലേ? ഒന്നൊന്നുമല്ല. എപ്പോഴെങ്കിലൊക്കെ ആരെങ്കിലും വിളിക്കും. പിന്നെ അപ്പോഴും ഈ പറഞ്ഞത് എന്താ അറിയോ, ഈ ബഡ്ജറ്റ് കമ്മിയാണ്. അപ്പൊ അതും നമുക്ക് വിഷമാണ്. നമ്മളിപ്പോ നമുക്കും ജീവിക്കണ്ടേ. അപ്പം പ്രാരബ്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതും ഒരു വിഷമാണ്. നമുക്ക് നമ്മുടേതായ നമ്മള് വിചാരിക്കുന്ന നമ്മുടെ ഒരു പ്രതിഫലം, നമുക്കൊരു സെൽഫ് ഇതുണ്ടല്ലോ, നമുക്ക് ഇതിന് അർഹത ഉണ്ട് എന്നുള്ളത് തോന്നലുണ്ടല്ലോ. അപ്പൊ അത് ചിലരാകും. അപ്പൊ അങ്ങനെ മുഖം കാണിക്കാൻ വേണ്ടി മാത്രം വേഷങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പണ്ട് നമ്മള് ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോ നമ്മളെ പ്രതിഫലം നമ്മള് ഒന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. പിന്നിപ്പോ ലോഹിദാസിന്റെ കണ്ടെത്തലാണ് ഞാൻ. ലോഹിദാസാണ് ഭൂതക്കണ്ണാടിയിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. നല്ലൊരു വേഷം, നല്ല വേഷമായിരുന്നു. നല്ല വേഷം. ചില കാഴ്ചയിലും ഉണ്ടായിരുന്നു. ബ്ലസ്സിയുടെ കാഴ്ചയിലുണ്ടായിരുന്നു. ഏതാ ശരിക്ക് ഇപ്പൊ നമ്മുടെ ഇതിലൊരു ഫേവറേറ്റ് സിനിമ, നമ്മളെ അഭിനയിച്ച് നമുക്ക് തന്നെ അത് കൊള്ളാൻ തോന്നിയൊരു സിനിമ? അത് ഭൂതക്കണ്ണാടി. ഭൂതക്കണ്ണാടി എന്താ വെച്ചാല് അന്ന് ഇത്ര ചാനലുകളൊന്നും ഇല്ല. അതിപ്പോ അന്ന് ബൂസ്റ്റ് ചെയ്യാൻ ആരും ശരിക്കും യൂട്യൂബ് അങ്ങനത്തെ യൂട്യൂബില്ല. പിന്നെ ഈ പ്രൈവറ്റ് ഇപ്പൊ നമ്മളെ ഏഷ്യാനെറ്റ് അതുപോലുള്ള ചാനലുകളും ഒന്നുമില്ല. അപ്പൊ അന്ന് ലോഹിദാസിനൊന്നും ലോഹിയേട്ടനൊന്നും അത്ര വിചാരിച്ചൊരു ഇത് കിട്ടിയില്ല. ഇപ്പൊ കിട്ടുന്ന ന്യൂ ജനറേഷൻ പിള്ളേർക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ടും അതൊന്നും കിട്ടിയില്ല. അത് അർഹിക്കുന്ന പലതും ആ സിനിമയ്ക്ക് കിട്ടിയില്ല. പുള്ളിയുടെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു. നല്ല സിനിമയാണ്, നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു. മമ്മൂക്കയും ഒക്കെ അസാധ്യമായിട്ട് ചെയ്തൊരു, ഞാൻ നന്നായി ചെയ്തൊരു സിനിമ. അത് ശരിക്കും ജനങ്ങളിലേക്ക് എത്തിയില്ല എന്ന് തോന്നിയൊരു സിനിമ അത് തന്നെയാണ് ഭൂതക്കണ്ണാടി. ഒരു സംശയമില്ല. അത് ജനങ്ങള് വേണ്ടതി അതിനെ വിലയിരുത്തപ്പെട്ടില്ല. അതിന്റെ ഒരു വിഷമമുണ്ട്. ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടും. അത് അന്ന് എന്താ വെച്ചാൽ അന്ന് അദ്ദേഹത്തിന്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു. അത് അന്ന് ആദ്യം അതും ഈ പറഞ്ഞ ആരെയും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് ഇതൊന്നും ഇല്ല, ചാനലുകളില്ല. പിന്നെ ഈ പറഞ്ഞ ഡിജിറ്റൽ ഈ യൂട്യൂബുകളും ഇതൊന്നും പ്രൊമോട്ട് ചെയ്യാൻ ആരും അങ്ങനെ ഇല്ല. ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ നിങ്ങൾക്ക് തന്നെ ഇപ്പൊ അറിയാലോ, ഇപ്പൊ യൂട്യൂബ് ഇതൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റേതിപ്പോ ഒരു കഴിവുള്ള ആ ഒരാൾക്ക് അയാളുടെ ഇങ്ങനെ ഡയറക്ടേഴ്സിനെ കാണാൻ പോവാ, അവരെ ചോദിക്കുക, അവഗണന പലതും നേരിടേണ്ടി വരും. നമ്മളൊന്നും അങ്ങനെ നേരിട്ടിട്ടില്ല. പക്ഷെ പലരുടെയും ഞാൻ നേരിട്ടിട്ടുണ്ട്. കേട്ടോ, ഞാൻ അഭിനയിക്കാൻ കൊണ്ട് വിളിച്ചിരുത്തിയിട്ട് വൈകുന്നേരം വരെ മേക്കപ്പ് ഇട്ട് കുട്ടപ്പനാക്കി ഇരുത്തിയിട്ട് അഭിനയ മോഹം കൊണ്ട് അങ്ങനെ എത്രയോ പണ്ട് ഇപ്പൊ നമ്മള് വായിച്ചില്ലേ, മദ്രാസിലെ സാമി ലോഡ്ജിലായാലും ഇവരൊക്കെ പോയി താമസിച്ചതും പഴയ കഥകളും നമ്മൾ വായിക്കുന്നുണ്ട്. അവരൊക്കെ അതുകൊണ്ടാണ് ഞാനൊരു പുതിയ സിനിമ എടുക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതും അതിൽ പോയി കുടുങ്ങിയതൊക്കെ. അല്ല, അത് നമ്മൾ അനുഭവിച്ചില്ല. പക്ഷെ അത് അനുഭവിച്ച പലരുടെയും ചരിത്രം നമ്മൾ വായിച്ച് മനസ്സിലാക്കി. ഭയങ്കര കഷ്ടമാണ്. നമ്മളെ ഇപ്പോഴത്തെ പിള്ളേരെ സംബന്ധിച്ച് അതൊന്നും ഒരു വിഷയമല്ല. ഇപ്പൊ ഒരുപാട് അവസരങ്ങളുണ്ട് അവർക്ക്. ഇപ്പോ ചാനലുകളുണ്ട്. ഇപ്പൊ മറ്റേ ഏഷ്യാനെറ്റിലെ സ്റ്റാർ സിംഗർ, അത് പാടാൻ കഴിവുള്ള കുട്ടികൾക്ക് അതിനൊരു വേദിയുണ്ട്. അവിടെ പോയി മാറ്റി വരച്ച് നോക്കി അവിടെ കഴിവുള്ളവരെ അവർ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിന് വേറൊരു മാനദണ്ഡങ്ങളും ഇല്ല. ചിത്രയൊക്കെ ജഡ്ജായി വരുന്ന പ്രോഗ്രാം ഉണ്ടല്ലോ, സ്റ്റാർ സിംഗർ. അപ്പൊ അതേപോലെ ഇപ്പൊ മറ്റേ മനോരമയിൽ ഇതിന്റെ ഇടയിൽ ലാൽ ജോസ് ഒക്കെ ഉള്ള ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. എന്താണ്
എന്താ അതിന്റെ പേരുണ്ട്, സ്ക്രീനിൽ കാണിച്ചു. അല്ല ഈ അഭിനയം അതില് കുറെ കുട്ടികൾ വന്നു. അപ്പൊ എന്താ വെച്ചാൽ അവസരങ്ങളുണ്ട് ഇപ്പൊ. അപ്പൊ ശരിക്കും ജെന്യൂനായിട്ട് മോഹമുള്ളവര് അല്ല, മോഹമുള്ള കഴിവുള്ളവര്, ഇപ്പൊ മോഹമുള്ള കഴിവുള്ളവരൊന്നുമല്ല. അതും പണ്ട് ലോഹിദാസ് പറയും, അഭിനയിക്കാൻ മോഹമുള്ളവരും മുഴുവൻ അഭിനയിക്കാൻ കഴിവുള്ളവരല്ല. അപ്പൊ അതേപോലെ കഴിവുള്ളവർക്ക് വരാൻ ഇപ്പൊ ഒരുപാട് അവസരങ്ങളുണ്ട്. ഇപ്പൊ ഈ അദ്ദേഹത്തിന് ഒരുപാട് വലിയ വലിയ സിനിമകൾ ചെയ്തു. അപ്പൊ ഇപ്പൊ അവരൊക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ടോ? ഡയറക്ടറോ ആരെങ്കിലും ഒക്കെ നമ്മള് കോണ്ടാക്ട് ചെയ്യാറില്ല അല്ലേ? അത് വെച്ചാല് നമ്മള് ചെയ്ത നമുക്ക് പറ്റിയ വേഷങ്ങളാണെങ്കിൽ ആരെങ്കിലും വിളിക്കുമെന്ന് തന്നെ നമ്മുടെ വിശ്വാസം. ഇപ്പോഴും അതന്നെ വിശ്വസിച്ചിരിക്കണം. അതല്ലാതെ ഒരു സൗഹൃദം നിലനിർത്തി പോയ ഏതെങ്കിലും സംവിധായകരുണ്ടോ? സൗഹൃദം ബ്ലസ്സി ഇടയ്ക്ക് വിളിക്കലുണ്ട്, വേറെ ആരും അങ്ങനെ വിളിക്കലില്ല. ലോഹിയേട്ടനുള്ളപ്പോ പുള്ളി എപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നു. പുള്ളി ഇവിടെ വരുമായിരുന്നു, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോവായിരുന്നു. അതിപ്പോ ഈ എന്താ പറയാ, ഫീൽഡിന് അതീതമായിട്ടുള്ള ചില ബന്ധങ്ങളായിരുന്നു. പുള്ളി നാടകം എഴുതുമ്പോഴേ എനിക്ക് പരിചയമുണ്ട്. അന്ന് പരിചയമുള്ളൂ, വെറൊരു പരിചയമുള്ളൂ. പിന്നെ ഈ തനിയാവർത്തനം പുള്ളി ആദ്യമായി എഴുതിയ സ്ക്രിപ്റ്റ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഈ വീട്ടിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മണ്ണാർക്കാട് നാരുവിടെ പറഞ്ഞൊരു ഞാൻ പറഞ്ഞില്ലേ, 16 ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പുള്ളിയായിട്ട് നല്ലൊരു ബന്ധമായി. അങ്ങനെയായിരുന്നു നമ്മള് ഫീൽഡിൽ. പുള്ളിയാണ് എന്നെ ആദ്യമായിട്ട്. എങ്ങനെ ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വരുന്നത്? അപ്പൊ ഈ കടന്നു വരുന്നത് നമ്മള് നാടകമായിരുന്നല്ലോ. നമ്മൾ പണ്ട് ഇവിടെ ഒരു അമേച്ചർ ട്രൂപ്പ് ഉണ്ടായിരുന്നു, സെറ്റപ്പ് ഡ്രാമ എന്ന് പറഞ്ഞിട്ട്. ഞാനും എന്റെ കുറച്ച് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നാടകം നമ്മൾ തന്നെ എഴുതി, നമ്മൾ തന്നെ ഡയറക്ട് ചെയ്ത്. അതൊരു അഭിനയമോഹമായിരുന്നു. കാരണം നമുക്ക് വേറെ വേദികളില്ല, നമുക്ക് അഭിനയിക്കാൻ നമ്മൾ തന്നെ ഒരു വേദി ഉണ്ടാക്കേണ്ട എല്ലാവർക്കും അറിയാലോ. നമ്മൾ തന്നെ നമുക്ക് അഭിനയമോഹം നടത്താൻ, നമ്മുടെ മോഹ സാക്ഷാത്കാരത്തിന് ഒരു അവസരം നമ്മൾ തന്നെ ഉണ്ടാക്കുക. നമ്മൾ തന്നെ ഇവിടെയുള്ള അന്നത്തെ നമ്മുടെ യങ്സ്റ്റേഴ്സിനെ ഒക്കെ വിളിച്ചു കൂട്ടി നമ്മളൊരു ട്രൂപ്പ് ഉണ്ടാക്കി. അങ്ങനെ അത് ഒക്കെ പൊളിഞ്ഞു പോയി. ആദ്യ നമ്മളൊരു പ്രൊഫഷണൽ ട്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കി. അതൊന്നും കാരണം ഒന്നും സാമ്പത്തിക പരാധീനതകളുണ്ടല്ലോ, എല്ലാവർക്കും ഈക്വലായിട്ട് ഷെയർ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായി. അങ്ങനെ അമേച്ചർ ട്രൂപ്പായി സെറ്റ്. ആദ്യം ചിത്ര തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ പ്രഗത്ഭരായ പല നടന്മാരെയൊക്കെ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചു. അത് സ്റ്റേജ് ചെയ്യാൻ പറ്റി. പിന്നെ സെറ്റപ്പ് ഡ്രാമ എന്ന് പറഞ്ഞ നമ്മളൊരു അമേച്ചർ ട്രൂപ്പ്, അത് സ്റ്റേജ് ചെയ്തു. ഞാൻ ഈ ഇന്റർവ്യൂ എടുക്കാൻ വരുമ്പോഴേ അങ്ങനെ ഹരിയേട്ടനോടൊക്കെയാണെന്ന് പറഞ്ഞു. ആളുകൾക്ക് എന്നെ കാണുമ്പോഴല്ലോ എവിടെയൊക്കെ പോകണമെന്ന് അറിയില്ല. ഹരിയേട്ടന്റെ വീട്ടിൽ ഞാൻ കാണുമ്പോ ഒരാൾ പറഞ്ഞു, ഹരിയേട്ടനൊക്കെ സിനിമ എന്താ ഹരിയേട്ടനൊക്കെ കോടികൾ ഉണ്ടാക്കിയില്ലേ സിനിമ? സത്യം ഉണ്ടായില്ലേ? അല്ല അത് അല്ല, ദൈവം സഹായിച്ചിട്ട് ഇപ്പൊ നമുക്ക് അല്ല അവരുടെ കണ്ണിൽ കുറ്റപ്പെടാനില്ല. അവരുടെ കണ്ണിൽ കുറെ സിനിമകളിൽ വലിയ വലിയ സിനിമകളിൽ അഭിനയിച്ച ഒരാള്. അപ്പൊ അല്ല, ജീവിക്കാൻ ഇപ്പൊ നമ്മള് കാരണവന്മാരുണ്ടാക്കി വെച്ച കുറച്ച് സ്വത്തും കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ തട്ടിമുട്ടി ജീവിച്ചു പോകണുണ്ട്. സിനിമകളൊന്നും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. സിനിമകളൊന്നും അങ്ങനെ അതിന് മാത്രമുള്ള പടങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ അങ്ങനെ വലിയ വലിയ പടങ്ങൾ അല്ല, അതൊന്നും ഇപ്പൊ അത്ര നമുക്ക് ഈ സാമ്പത്തികമായിട്ട് ഒരു വലിയ ഇതുണ്ടാക്കാം അങ്ങനെ ഒരു രീതിയിലൊന്നും നമുക്ക് വന്നിട്ടില്ല. ചോദിച്ചാലെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവരുടെ ഞാൻ അത്യാവശ്യം റിയൽ എസ്റ്റേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതല്ല സിനിമ ഫീൽഡിനെ അവർ കാണുന്നത് റിയൽ എസ്റ്റേറ്റ് ഒന്നുമല്ല. അവർ കാണുന്നത് ഹരിയേട്ടൻ അഭിനയിച്ച സിനിമകളെയാണ് പറയുന്നത്. അല്ല, അപ്പൊ അതിപ്പോ പബ്ലിക്കിന്റെ ജനങ്ങളുടെ വിശ്വാസം. ഒരു ആർട്ടിസ്റ്റിനെ വിളിച്ചപ്പോ പറഞ്ഞത് അത് ഭാഗ്യവാനല്ലേ, അതെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെ സിനിമകളൊക്കെ പറയാൻ കിട്ടാൻ നമുക്ക് കൊതിക്കണല്ലേന്ന് പറഞ്ഞു. അല്ല, അപ്പൊ അതാ പറയണത്. ഇപ്പൊ നിന്റെ ഇടയില് നമ്മുടെ ഇയാളുടെ ഒരു യൂട്യൂബ് ചാനലല്ലേ, എന്താണ് പേര്, ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ, മറ്റേ ദിനേശ് വിളിക്കാറുണ്ട്. അയാളുടെ ഒരു ഇതില് പറഞ്ഞപ്പോ 2 പടം ഹിറ്റായാൽ ഒരു 10,000 മേടിച്ച ആർട്ടിസ്റ്റ് പറയുന്നത് 2 കോടിയാണ്. നമുക്കൊന്നും അങ്ങനെ പറയാൻ ഒന്നാമത് അത് ഷോൾഡർ ചെയ്യാൻ പറ്റണം. വിജയപരാജയങ്ങളും തോളിൽ വെക്കാവുന്ന ഒരു ആർട്ടിസ്റ്റിനെ ബാർഗൈൻ ചെയ്യാൻ പറ്റും. നമ്മളൊന്നും അവിടെ എത്തിയിട്ടില്ലല്ലോ. കുറെ പ്രൊഡ്യൂസർമാര് പുതിയ ആളുകൾ ഇതിൽ വന്ന് പെടുന്നുണ്ട്. അപ്പോ ഞാൻ ഈ രാംബോജി സിനിമ വിനീതിനി ലക്ഷ്മി ഗോപാലസ്വാമിയും വെച്ച് ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ ചെയ്തിരുന്നു. അപ്പൊ ചേച്ചി 2 കോടി രൂപയോളം സിനിമയ്ക്ക് മുടക്കിയിട്ടുണ്ട്. ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് ചേച്ചി പറയുന്നത്. അല്ല, ഇതിപ്പോ പണ്ടൊക്കെ സിനിമ എന്ന് പറഞ്ഞ ഒരു ഗാംബ്ലിംഗ് ആയിരുന്നു. ചിലപ്പോ കിട്ടാം, ഷുവർ, ഒരു ബെറ്റാണ്. കളിച്ചാൽ ചിലപ്പോ രക്ഷപ്പെടും. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നല്ല സ്ക്രിപ്റ്റ് ആണ് കാര്യം. നല്ല സ്ക്രിപ്റ്റ്, ജനങ്ങളെ പിടിച്ചെടുത്താവുന്ന എന്തെങ്കിലും അതിൽ വേണം. അതിന് പറ്റിയ ആർട്ടിസ്റ്റ്, അതാണ് കാര്യം. ഇപ്പൊ പല പടങ്ങളും വിജയങ്ങളും, നമ്മളിപ്പോ പുതിയ പിള്ളേരുടെ പല പടങ്ങളും വിജയിക്കുന്നതുകൊണ്ട് നല്ലൊരു ജനങ്ങൾക്ക് ഒരു, നമ്മളിപ്പോ സിനിമ എന്ന് പറഞ്ഞപ്പോ ലോഹിയേട്ടനൊക്കെ പറയും നമ്മള് സിനിമ എന്ന് പറഞ്ഞ കൂടുതൽ ഡെഫിനിഷൻസ് ഒന്നുമില്ല. നമ്മള് ജനല് തുറന്ന അപ്പുറത്തെ വീട്ടിലെ കാഴ്ചകൾ കാണുന്നതാണ് സിനിമ. നമ്മള് അപ്പുറത്തെ വീട്ടില് അവര് കാണാതെ നമ്മൾ അവരുടെ എല്ലാ കാര്യങ്ങളും കാണും.
ആസ്വദിക്കുന്നു. അവരുടെ അവിടുത്തെ സ്നേഹപ്രകടനങ്ങള്, അവരുടെ ദേഷ്യങ്ങള്, അതൊക്കെ നമ്മളൊരു ജനൽ തുറന്ന് അപ്പുറത്തെ വീട്ടിലെ കാഴ്ചകൾ കാണുന്ന അതേ ഇതില് ആണ് സിനിമ. സിനിമ അതേ ഉള്ളൂ. അത് നമുക്ക് എത്രയാണ് നന്നായിട്ട് മറ്റുള്ള അവർക്ക് തോന്നണം ഇത് നടക്കാവുന്ന കാര്യങ്ങളാണ്, നടക്കണ കാര്യങ്ങളാണ്. അത് സിനിമയും നാടകവും കമ്പയർ ചെയ്യുമ്പോ ഏതാ എളുപ്പം? അഭിനയത്തിന് എളുപ്പം സിനിമയാണ്, ഒരു സംശയമില്ല. നാടകത്തിൽ നമ്മൾ അഭിനയിക്കാൻ കുറച്ച് റിസ്കുകളുണ്ട്. പിന്നെ എന്താ വെച്ചാൽ നടത്തിന്റെ ഒരു ഗുണം അപ്പോഴേക്കപ്പോഴും നമുക്ക് ജനങ്ങളെ പൾസ് അറിയാൻ പറ്റും, സ്പോട്ടിൽ അറിയാം. പിന്നെ എന്താ വെച്ചാൽ അവിടെ അഭിനയിക്കുക തന്നെ വേണം. കാരണം നമ്മള് ഈ പറഞ്ഞില്ലേ, ചില ഉറക്കം തൂങ്ങിയുന്ന ആളുകളെ ഉറക്കം ഉണർത്തേണ്ടി വരും ചിലപ്പോ. ബാക്കിലുള്ള ആളുകൾക്ക് നമ്മുടെ ഡയലോഗ് കേൾക്കുന്നില്ലെങ്കിൽ നമ്മൾ ശബ്ദം ഉയർത്തി പറയേണ്ടി വരും. കഥാപാത്രത്തിന് ആവശ്യമില്ലാത്തതാവും അത് നമ്മൾ ചെയ്യേണ്ടി വരും. കാരണം അവനെ ഉണർത്തി നമ്മളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ നാടകത്തിലെ ആർട്ടിസ്റ്റ് എപ്പോഴും നല്ല ഇതിൽ നിൽക്കണം. പ്രൊഫഷണൽ ട്രൂപ്പുകളിൽ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഈ അമേച്ചർ ട്രൂപ്പ് തന്നെ ചെയ്തത്. പ്രൊഫഷണൽ ട്രൂപ്പ് ഉണ്ടാക്കാൻ നമ്മളൊന്ന് ശ്രമിച്ചു, അത് ഞാൻ പറഞ്ഞില്ല, അത് പരാജയപ്പെട്ടു. കാരണം അത് സാമ്പത്തികം തന്നെയാണ് കാരണം. പരാജയപ്പെട്ടു. പിന്നെ എന്നെ വേണുകുട്ടൻ നായരൊക്കെ വിളിച്ചതാണ്. തിരുവനന്തപുരത്ത് വേണുകുട്ടൻ നായരുണ്ടായിരുന്നല്ലോ. ഞാൻ ഒരു ഇതിലിങ്ങനെ പരസ്യം, പക്ഷെ അപ്പോഴും നമുക്ക് ഈ പറഞ്ഞില്ലേ കുടുംബപരമായിട്ടുള്ള ചില ഇതുകൊണ്ടല്ല, അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. ഇപ്പോഴത്തെ നാടകങ്ങളുടെ അവസ്ഥ വളരെ ശോചനീയമാണ്. അതായത് ഇപ്പൊ നാടകങ്ങളില്ല, പാലോടി ഗാനമേളയും കാര്യങ്ങളും. പിന്നെ ഇപ്പൊ സീരിയല് ടിവിയുടെ മുന്നിലാണ്. അത് തകർന്നു പോകുമ്പോ ഒരു വിഷമം തോന്നിയിട്ടുണ്ടോ? അത് വിഷമം തന്നെയാണ്. അത് ഒരുപാട് ആളുകളുടെ ജീവിതോപാധിയായിരുന്നു. ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. നമുക്ക് ഈ നേരത്തെ പറഞ്ഞില്ല, പി കെ ആന്റണി, ദിലകേട്ടൻ, എൻ എഫ് വർഗീസ്, അവരൊക്കെ നടത്തുന്നില്ല. ദിലകേട്ടനൊക്കെ ഇപ്പോഴും മലയാള സിനിമയിലെ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു നടൻ അദ്ദേഹം. സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലാത്ത നടൻ. തിലകനെ വെച്ചൊരു വേഷം നമ്മള് പ്ലാൻ ചെയ്താൽ അതിനപ്പുറം ഒരാളെ ചിന്തിക്കാൻ പറ്റും. ഇത് പറയുമ്പോ ഒരു ആർട്ടിസ്റ്റിന്റെ ഏറ്റവും വലിയ ഗുണം. തീർച്ചയായിട്ടും എന്താ വെച്ചാൽ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആർട്ടിസ്റ്റുകളും കൃത്യമായിട്ട് വിലയിരുത്തുന്ന ഒരാളാണ്. കാരണം ഞാൻ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഈ നാടകം, ഞാൻ ഇതേപോലെ ചേട്ടൻ പറഞ്ഞാൽ ആരോടും അവസരം ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് ഫ്രണ്ട്സുകള് സംവിധായകരായിട്ടും ഒക്കെ ഉണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ അവരാരും പറയില്ല അവരടുത്ത് ഞാൻ ബുദ്ധിമുട്ട്. ഞാൻ ഈ അവസരം ചോദിക്കാനോട് പോലും ഞാൻ അവസരം ചോദിക്കാത്ത ഒരു ഡെലിക്കേസി ഉണ്ടാ. അതെ അതെ. കാരണം ഇപ്പൊ ഞാൻ വേറെ പുള്ളിയായിട്ട് ഇത്ര അടുപ്പുള്ള, ഞാൻ മറ്റേ ചകോരത്തില് അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ സ്ക്രിപ്റ്റ് MA ഓണോട് വലിയൊരു ഡയറക്ടർ എന്നെ സിനിമയിൽ വിളിച്ചിട്ട്, ഞാൻ സത്യം പറഞ്ഞാൽ പിന്നീട് അത് വിളിക്കുന്ന ദിവസം വിളിക്കുന്നൊക്കെ അതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ, പേരൊന്നും പറയണ്ട, വിളിച്ചതിന് ശേഷം അതിന്റെ പാക്കപ്പാണ് ഞാൻ അറിയുന്നത്. അപ്പൊ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എന്നെ അല്ല അത് അപ്പൊ നമുക്കും ഇപ്പോ മോഹം ഉണ്ടായിരുന്നു, വിഷം കിട്ടിയാൽ നന്നായിരുന്നു എന്നൊക്കെ നമുക്ക്. പക്ഷെ നമുക്ക് ഇത് ചോദിക്കാൻ ഭയങ്കര മടിയാണ്. എന്ന് വെച്ചാൽ എങ്ങനെ ഒരു വേഷമൊക്കെ ചോദിക്കാൻ. അപ്പൊ ഇപ്പൊ ലോഹി സാറായിട്ട് നമ്മൾ വളരെ അടുപ്പുണ്ടായിരുന്നു. ഇപ്പോഴെങ്കിലും ഞാൻ പുള്ളിയോട് ചോദിച്ചിട്ടില്ല. അപ്പൊ പുള്ളി ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്താ അവിടെ ചെയ്യുന്നത്? അപ്പൊ അവിടെ കൊയ്ത്ത് നടക്കുക, മകരക്കൊയ്ത്ത് നടക്കുക, പാടത്ത്. കൊയ്ത്തിനൊക്കെ പോകും. അല്ല, നമ്മുടെ കണ്ടത്തില് പിന്നെ അവിടെ കറ്റ പിടിച്ചു കൊടുക്കാനൊക്കെ നമുക്ക് ഡ്യൂട്ടി അല്ലേ. അപ്പൊ അവിടെ കുറെ ആള് 10-15 ആള് പണിക്കാരുണ്ട് കൊയ്ത്ത്. ഇവിടെ പഠിക്കലല്ലേ കണ്ടത്തില് കൊയ്ത്ത് നടക്കുക. അപ്പൊ അന്ന് ഇവിടെ ഫോണില്ല, ലാൻഡ് ഫോൺ ഇവിടെ ഇല്ല. അവിടെ എന്റെ കാരണവരുടെ വീട്ടിലെ ഫോണുള്ളൂ. അപ്പൊ അവിടുന്ന് അങ്ങനെ ലോഹി സാറ് വിളിച്ചു പറഞ്ഞിട്ട് അവിടുന്ന് ഒരു ആളെ പറഞ്ഞയച്ചു അവര്. അപ്പൊ കട്ട് ചെയ്ത് വിളിക്കാം, അങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചെന്നപ്പോ പുള്ളി ചോദിച്ചു, എന്താണ് ചെയ്യുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കൊയ്ത്താണ്, കൊയ്ത്ത് നടക്കാണ്. അപ്പൊ ഒന്നും അത്യാവശ്യമായിട്ട് വരേണ്ട കാര്യം ഉണ്ടല്ലോ, ഷൊർണൂർ വരിക. എന്താ കാര്യമൊക്കെ പറയാ, തണ്ട് പോയോ. അപ്പൊ ഇവിടുന്ന് 2 കിലോമീറ്റർ ഉണ്ട് മെയിൻ റോഡിലേക്ക്. അന്ന് എനിക്ക് വണ്ടിയൊന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു. അപ്പൊ എങ്ങനെ അപ്പൊ പറഞ്ഞു, ഹരി എന്താ വരാൻ പറ്റില്ല ചോദിച്ചു. ഞാൻ വരാം, അതിലൊരു വണ്ടി എടുത്ത് പോരെ പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ തന്നെ ഫോണില് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ജീപ്പ് വിളിച്ച് കൊണ്ട് പോയി. അന്ന് മറ്റേ ലാൽ ജോസാണ് അസോസിയേറ്റ് കർണാടക. അപ്പോ ഞാൻ പോയി. അവിടെ പോയപ്പോ ലാൽ ജോസിന്റെ ലോഹിടനൊന്ന് ആ പോസ്റ്റ് ഓഫീസ് റോഡിലെ ഒരു വീട്ടിലാണ് താമസം. അപ്പൊ പുള്ളി വീട്ടിലേക്ക് ഉണ്ണാൻ പോയിരിക്കണം. ലാൽ ജോസ് അവിടെ ഊണ് കഴിഞ്ഞ് കിടക്കണുണ്ട് റൂമില്. അപ്പൊ ഞാൻ ലാൽ ജോസിനെ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പൊ എന്നോട് ലാല് പരിചയപ്പെട്ട്, ഞാൻ അസോസിയേറ്റ് ആണ് ഇവിടുത്തെ. ഞാൻ പറഞ്ഞു, ലോഹി സാറ് വരാൻ പറഞ്ഞു. എന്താ? അപ്പൊ പറഞ്ഞു, പുള്ളി വരും, ഉണയിക്കാൻ വരിക്കാം, ചേട്ടൻ വന്നാ അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇരുന്നു. അപ്പൊ ലാലവിടെ കിടക്കുന്നുണ്ട്, അയാളും വേറെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറും കിടക്കുന്നുണ്ട്. അപ്പൊ ഇയാളെ മേശപ്പുറത്ത് ഒരു സ്ക്രിപ്റ്റിന്റെ കോപ്പി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വെറുതെ ഈ സ്ക്രിപ്റ്റിന്റെ കോപ്പി ഇങ്ങനെ എടുത്ത് നോക്കി. അപ്പൊ അതിൽ കാട്ടാളൻ എന്നുള്ള ഒരു കുട്ടിയുടെ ഡയലോഗാണ് ഞാൻ വായിക്കണം. ആ കാട്ടാളനെ കണ്ടോ, കാട്ടാളൻ പേടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്കൊരു ക്യൂരിയോസിറ്റി, ഈ കാട്ടാളൻ, ഈ ഒരു കുട്ടി
വേറൊരാളോട് പറഞ്ഞ കാട്ടാളൻ എന്നെ പഠിപ്പിച്ചു, കാട്ടാളൻ എന്നെ പഠിപ്പിച്ചു. സ്ക്രിപ്റ്റോട് വെച്ചു ഞാൻ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ സാർ വന്നു, എന്തൊക്കെയാണ്. അപ്പൊ ഞാൻ അന്ന് ഈ മുടി ഇങ്ങനെ കഷണ്ടി മറച്ചു വെക്കുന്ന ഒരു പരിപാടി, ഇവിടെ ഇത്തിരി ജാസ്തി മുടി വളർത്തിട്ട് അങ്ങനെ ബസ്സിലൊക്കെ കയറി ഞാൻ ടവലൊക്കെ കെട്ടിട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ കുളത്തിൽ നിന്ന് ഞാൻ കഴുത്ത് വരെ കുളിക്കും, പിന്നെ ബാത്റൂമിലെ കുളിക്കാണ്. കഷണ്ടി വന്ന കഷണ്ടി അറിയണ്ട വളരെ ഭംഗിയായിട്ട് ഞാൻ മറച്ചു വെച്ച്. അപ്പൊ പുള്ളി എന്നെ നോക്കിയിട്ട് പറഞ്ഞു, അരി സാറേ മുടി മുറിക്കാൻ പറ്റുമോ ചോദിച്ചു. ആദ്യം എന്തിനാ എന്റെ മുടി മുറിക്കണം എന്തിനാ ചോദിച്ചു. അത് മുറിക്കാൻ പറ്റുമോ? പറ്റില്ല. ഓ മുടി മുറിക്കാൻ പറ്റില്ല അല്ലേ? അപ്പൊ മുറിക്കാൻ പറ്റില്ല. ഒരു തച്ച പണിയാണ്. ക്രീമൊക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ട് ഇങ്ങോട്ട് ഒതുക്കി അറിയാത്ത രീതിയിൽ. പിന്നെ ബസ്സിലൊക്കെ പോകുമ്പോ ടവല് കിട്ടുക, അല്ലെങ്കിൽ മാറിപ്പോ ഒരാളെ മാറും കണ്ടക്ടർക്ക്. അപ്പൊ പുള്ളി ആദ്യം ചോദിച്ചതാണ് മുടി മുറിക്കാൻ പറ്റുക. മുടി മുറിക്കാൻ പറ്റില്ല. പുള്ളി സിഗരറ്റൊക്കെ എടുത്ത് വലിച്ചിട്ട്, മനുഷ്യ എന്റെ ഒരു വേഷം ചെയ്യാനാണ് മുടി മുറിക്കാൻ പറ്റുമോ ചോദിക്കണേ. അപ്പോഴും ഞാൻ പറഞ്ഞു പറ്റില്ല. ഞാൻ പറഞ്ഞു എന്ത് വേഷം? അതുകൊണ്ട് അപ്പൊ മുടി മുറിക്കാൻ പറ്റില്ല അല്ലേ? ഞാൻ പറഞ്ഞു ഇപ്പൊ പറ്റില്ല, നിങ്ങളെ വേഷം പറയുന്ന ആദ്യം. വേഷം എന്താന്ന് പറയും. അത് എന്താ മുടി മുറിച്ചോണ്ട് കാര്യം ഉണ്ടോന്ന് ഞാൻ നോക്കട്ടെ. ഓ എന്നാലും മുടി മുറിക്കുമല്ലേ ചോദിച്ചു. അതപ്പൊ നോക്കാറ്. അപ്പൊ പുള്ളി പറഞ്ഞു സലീമാണ്, സലീം കടക്കിലാണ്. അപ്പൊ സലീമിന്റെ അവിടെ ഉണ്ട്, ഗസ്റ്റ് ഹൗസിലുണ്ട്. അപ്പൊ സലീമിനെ വിളിച്ചു പറഞ്ഞു, സലീമേ ഇപ്പൊ മുടി ഇപ്പൊ മുറിക്കണ്ട, മുടി തൽക്കാലം നമുക്ക് പിൻ ചെയ്തിട്ടോ ബാക്കിലേക്കൊക്കെ വെച്ചിട്ട് ഒന്ന് മേക്കപ്പ് ചെയ്യും, നമുക്കൊരു ഫോട്ടോഷൂട്ടും നോക്കാം. അപ്പൊ സലീമ ഒക്കെ വെച്ചു, മുടിയൊക്കെ പിന്നിലേക്കാക്കി വെച്ച്, പല്ലൊക്കെ കറുപ്പിച്ച് ഭൂതക്കണ്ണാടിയിൽ ആ ക്യാരക്ടറിന്റെ രൂപം ആക്കിയെടുത്തു. അപ്പൊ എന്താ രസം വെച്ചാല് ഈ ഫോട്ടോസ് അന്ന് ഇയളുണ്ട്, സുന്ദർദാസും വന്നിരുന്നു. അപ്പൊ സുന്ദർദാസ് ഉണ്ട്, ലാൽ ജോസ് ഉണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞു, ഹരി നമുക്ക് കാർ കയറിക്കോളൂ, നമുക്ക് കുറച്ച് അപ്പുറത്ത് പോയിട്ട് ചില ഷോർട്സ് എടുക്കാനാണ്. ഞാൻ കാർ കയറി, ലുങ്കിയൊക്കെ എടുത്തു. അപ്പൊ എന്റെ രസം എന്താ വെച്ചാൽ എന്നെ കൊണ്ടുവന്ന് ജീപ്പ് ഡ്രൈവർ അവിടെ നിക്കണുണ്ട്. ഞാൻ ഈ മേക്കപ്പ് ചെയ്ത് പോകുമ്പോ അവനവിടെ നിക്കണുണ്ട്. അപ്പൊ ഞാൻ അവനോട് പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ടാവും അവനെ വിളിച്ചിരുന്നത്. അവരൊക്കെ ശരിക്കും അത്ഭുതം. അല്ല അവനാ മനസ്സിലായില്ല, അതാ ഞാൻ പറഞ്ഞത്. ഞാൻ അവനെ പെട്ടെന്ന് അവനോട് ചോദിക്കുമല്ലോ എപ്പൊ മടങ്ങി വരും, വേറെ ട്രിപ്പ് ഉണ്ടാവിനെ. അപ്പൊ ഞാൻ പറഞ്ഞു വലിയ താമസമല്ല, ഒരു അരമണിക്കൂർ ഷൊർണൂർ വരെ പോയി കൊണ്ടുപോകുന്നു പറഞ്ഞു. അപ്പോൾ ഈ ലോഹിദാസിന്റെ അടുത്തേക്ക് വന്നെന്ന് അറിയില്ല. അല്ല അതൊന്നും അവനറിയില്ല. അവിടെ ആരാളെന്ന് അവൻ കണ്ടിട്ടില്ലല്ലോ. അവൻ മുറ്റത്ത് നമ്മുടെ പുറച്ചിൽ നിൽക്കല്ലേ ജീവ് പോയിട്ട്. അപ്പൊ ഞാന് അവന് മേക്കപ്പ് ചെയ്തു, എന്നിട്ട് പേരുടെ കൂടെ കാർ കയറി അങ്ങോട്ട് പോയി. അപ്പൊ അവിടെ ഒരു അയ്മുട്ടിയൊക്കെ അന്ന് വാച്ച്മാൻ. അപ്പൊ എന്നെ കാണാഞ്ഞിട്ട് ബെൻ ചോദിച്ചത്രേ, അല്ലേ അരിയേട്ടൻ അവിടെ പോയി ചോദിച്ചത്രേ. അപ്പൊ അവരെടോ എന്റെ മുക്കൂടയിലൊക്കെ പോയി. എന്റെ മുക്കൂടെ ഒന്നും പോയിട്ടില്ല പറഞ്ഞു. അവൻ ഞാനെന്നെ നടന്നു പോയി. അവര് മനസ്സിലായില്ല. അപ്പൊ അത്ര ചെയ്ത ആളെ സലീവും മാറ്റിയിരുന്നു. സലീവും പല്ലൊക്കെ കറുപ്പിച്ച് ഇവിടെ ഒരു ഉണ്ണിയൊക്കെ വെച്ച് മുടിയൊക്കെ പ്രത്യേക സ്റ്റൈലിലാക്കി. അപ്പൊ വികൃതമായ രൂപമാണ് ഏത് ആ ക്യാരക്ടറിന് വേണ്ട രൂപം, വികൃതമായ രൂപമാണ് ആക്കി. പിന്നെ പുള്ളി അവിടെ എന്നോട് ചിരിക്കാൻ പറഞ്ഞു, ചാടാൻ പറഞ്ഞു, ഓടാൻ പറഞ്ഞു, വീഡിയോ ഒക്കെ എടുത്ത് പോന്നു. അപ്പൊ മറ്റേ എങ്ങോരാണല്ലോ പ്രൊഡ്യൂസർ കിരീടം ഉണ്ണിയേട്ടനാണ്. അപ്പൊ പുള്ളിയുണ്ട്. അപ്പൊ വീഡിയോ അന്ന് ഇതൊന്നുമില്ലല്ലോ, വീഡിയോ എടുത്തു കഴിഞ്ഞ് പോന്നിട്ട് അപ്പൊ എന്നോട് പറഞ്ഞു ഇനി അവര് പോയിക്കോളൂ, ഞാൻ വിവരം തരാം. അപ്പൊ ഉള്ളിലൊരു പ്രാർത്ഥന ഉണ്ട്, ഭഗവാനെ ഇതിപ്പോ ചെയ്തപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതിന്റെ ഡെപ്ത്, ക്യാരക്ടറിന്റെ ഡെപ്ത്. ഈ വീഡിയോ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സാധനം നമ്മള് ഇപ്പൊ ഉള്ളിലൊരു പ്രാർത്ഥന ഉണ്ടായി, ഇത് നമുക്ക് കിട്ടിയ ഭഗവാനെ. എന്നുവെച്ചാൽ ആ പുള്ളി ഈ ഡയലോഗ് ഞാൻ പ്രസന്റ് ചെയ്യേണ്ട സ്ക്രിപ്റ്റിലെ ഡയലോഗ്സ് തന്നെ എനിക്ക് പറഞ്ഞു തന്നെ. ഞാൻ സിനിമയിലെ ഈ സ്ക്രിപ്റ്റിൽ എന്തൊക്കെ പറയണം ആ ഡയലോഗ്സ് തന്നെയാണ് പുള്ളി എനിക്ക് ഈ വീഡിയോ എടുക്കുമ്പോഴും എന്നോട് പറയാൻ പറഞ്ഞു. അപ്പൊ അതൊക്കെ പറയുമ്പോ തന്നെ എനിക്ക് ഒരു ഭയങ്കര ഡെപ്ത്, ഈ ക്യാരക്ടർ ഒരു ഭയങ്കര ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടറാണല്ലോ എന്ന് മനസ്സിലായി. പുള്ളി ചിരിക്കാൻ പറഞ്ഞു. അപ്പൊ ഈ വിദ്യാധരൻ എന്നുള്ള എന്റെ ക്യാരക്ടറിന്റെ പേര്, ആള് അട്ടഹസിക്കുന്നത്, കള്ളു കുടിച്ച് നടക്കുന്നത്, കള്ളു കുടിച്ച് വീഴാൻ പാടില്ല എന്നാൽ വീഴാൻ പോണ പോലെ ആടി നടക്കുന്നത്, ഇതൊക്കെ എന്നോട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ചെയ്തപ്പോ ഭയങ്കര മോഹം ഉണ്ടായി, ഒരു പ്രാർത്ഥന ഉണ്ടായി. മോഹമല്ല, പ്രാർത്ഥന തന്നെ ഉണ്ടായി. എനിക്ക് കിട്ടിയാൽ നന്നായിരുന്നു ഭഗവാനെ, പക്ഷെ ചോദിക്കാൻ വയ്യ
അത് എന്തായി അപ്പൊ ചോദിക്കാൻ പോയല്ലോ. ഇവര് കണ്ട ആള് ലാൽ ജോസ് ഉണ്ട്, സുന്ദർദാസ് ഉണ്ട്, ഉണ്ണിയേട്ടൻ്റെ, ഇവരൊക്കെ അത് പ്ലേ ചെയ്തിട്ട് പോകണല്ലോ. ഇന്നത്തെ പോലെ അല്ലല്ലോ പ്ലേ ചെയ്തത്, നമ്മൾ പറ്റുമോ പറ്റില്ല. അപ്പൊ പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഈ ക്യാരക്ടറിന് ഒരുപാട് ആളെ നാടകത്തിൽ നിന്നൊക്കെ ഒരുപാട് ആളെ മൂപ്പര് നോക്കിയിരുന്നു. ഒരുപാട് ആർട്ടിസ്റ്റുകളെ മൂപ്പര് കൊണ്ടുവന്ന് ഈ പറഞ്ഞ ഇത് ചെയ്തിട്ടുണ്ട്. പുള്ളി വീഡിയോ എടുത്തിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. അവരെ ആരെയും പുള്ളിക്ക് പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു 10 മാസത്തോളം കഴിഞ്ഞു. അപ്പൊ പിന്നെ ഒരു ദിവസം പുള്ളി ഇതേപോലെ വിളിച്ചു. അങ്ങനെ ആ വീട്ടിലേക്ക് എന്റെ കാരണവരുടെ വീടുണ്ടായിരുന്നു, അവിടേക്ക് വിളിച്ചു. അവര് ഇങ്ങനെ ആളയച്ചു, പിന്നെ ലോഹിദാസ് വിളിക്കുന്നുണ്ട് പറഞ്ഞു. ഞാനവിടെ പോയപ്പോ കട്ട് ചെയ്ത് വിളിക്കും. അത് ഇവിടെ ലൈനിൽ ഇല്ല, കണക്ഷൻ കിട്ടിയിട്ടില്ല അവിടെ. അപ്പൊ പുള്ളി വിളിച്ചു. അപ്പൊ എന്നോട് ചോദിച്ചു, എന്നെ ഇടയ്ക്ക് ഹരിസാറ എന്നാ പുള്ളി. ഹരിസാറേ എന്താ ചെയ്യണത്? ഞാൻ പറഞ്ഞു ഇല്ല. അപ്പൊ ഒരു കാര്യം ചെയ്യുക, ഒരു പെട്ടി ഒരു മാസം താമസിക്കണം ഇവിടെ വന്നിട്ട്, അതിനുള്ള ഒരു പെട്ടിയും പ്രമാണമൊക്കെ ആയിട്ട് പോരുണ്ടോ? ഞാൻ പറഞ്ഞു അതെന്തിനാ? എടോ എന്റെ ക്യാരക്ടർ താനാ ചെയ്യണേ പറഞ്ഞു. ഒരു സന്തോഷം, പിന്നെ സന്തോഷം എന്ന് പറയാൻ പറ്റും. അങ്ങനെ പോയി. ആദ്യത്തെ ഷോട്ട് മമ്മൂക്കയുടെ കൂടെയാണ്. മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഗ്രേറ്റ് ആർട്ടിസ്റ്റുകള് നമ്മളോടുള്ള പിന്നെ അതൊന്നും ഒരു വിഷയമില്ല. പുള്ളി ഒരിക്കൽ ഞാനിങ്ങനെ പിന്നെ ഞാൻ ഡെയിലി ആദ്യം ഒരാഴ്ച അവിടെ സ്ഥിരം നിന്നുള്ളൂ. പിന്നെ ഈ ഇവിടെ വരേണ്ട ഈ പണികളൊക്കെ നടക്കണോണ്ട്, കൊയ്ത്തും കാര്യങ്ങളൊക്കെ നടക്കണോണ്ട് ഞാൻ എന്നോട് പറഞ്ഞത് വൈകുന്നേരം ഞാനൊന്ന് പോയിക്കോട്ടെ, രാവിലെ വന്നോളാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ മുമ്പൂടെ യാത്ര പറയും. അപ്പൊ നമുക്ക് ശരി എന്ന് പറഞ്ഞു. താനാ വേഷത്തുനിന്ന് ഇറങ്ങിയ താനാ മനസ്സിലാവണില്ല പറഞ്ഞു ഒരു ദിവസം. താനാ വേഷത്തുനിന്ന് ഇറങ്ങിയ താനാ മനസ്സിലാവണില്ല എനിക്ക് തന്നെയായിരുന്നു പറഞ്ഞു. വളരെ ഡീസന്റ് ആയിട്ടുള്ള അതിപ്പോ ആരുമില്ല, ലാൽ സാറും ഒന്നുമില്ല. അതൊക്കെ വളരെ പുതിയ ആളുകളോടൊക്കെ വളരെ നന്ന പെരുമാറ്റം തന്നെയാണ്. നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്ത് തന്നെ പറ്റും. അല്ല പിന്നെ നമ്മളതൊന്നും ചിന്തിക്കണല്ലേ, നമ്മുടെ വേഷം ചെയ്യണമെന്നല്ല. നമ്മള് പിന്നെ നാടകത്തിന്റെ ചെയ്തിട്ടുണ്ട്. അത് കന്മതം കന്മതം ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ എന്താണ്, ഇവിടം സ്വർഗമാണ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്നോ പടം ചെയ്തിട്ടുണ്ട്. പിന്നെ ഉദയനാണ് താരം ചെയ്തിട്ടുണ്ട്. പ്രൊഡ്യൂസർ മറ്റേ ശ്രീനേട്ടന്റെ ഫോക്കസിലുള്ള ഒരാളായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പുതിയ ഒരാളുകള് ഒരു സബ്ജക്റ്റ് ആയിട്ട് വന്ന എങ്ങനെയായിരിക്കും ഹരിയേട്ടന്റെ ഒരു? അല്ല, ഞാൻ ഈ പറയുന്നത് ഇപ്പൊ എന്താ പറയുക, ഒരു സബ്ജക്ട് നമ്മള് ഈ പൈസക്ക് വേണ്ടി ചെയ്യണമെന്നുള്ളതല്ല. നമ്മളൊരു വേഷം ചെയ്യുമ്പോൾ നമുക്ക് അതുകൊണ്ട് നമുക്കത് ചെയ്യാൻ കഴിയുന്ന ജനത്തിന് മനസ്സിലാവും. അവന് മനസ്സിലായോ? നമ്മളിപ്പോ ഒരു വേഷം ഇപ്പൊ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാം, പക്ഷെ അതുകൊണ്ട് നമുക്കൊരു ഗുണം വേണം. ഏത് മറ്റേ നമ്മള് കോംപ്രമൈസ് ചെയ്യുന്നതിൽ എന്താ അർത്ഥമുള്ളത്? വെറുതെ ഒരു വേഷം ചെയ്തു, നിങ്ങളായാലും ഇല്ല, വെറുതെ നിങ്ങളുടെ 10-15 ദിവസം ചെലവ് ചെയ്ത് വേഷം ചെയ്തു, ഒരു കാര്യവും ഇല്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? അതിന് മാത്രമുള്ള ഡെപ്തി ആയിട്ടുള്ള ക്യാരക്ടർ കിട്ടണം. അതിന് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉള്ള ക്യാരക്ടർ കിട്ടണം. അല്ലാതെ വെറുതെ നമ്മൾ വന്നു അത് ചെയ്തു എന്താ കാര്യം? അങ്ങനെ ഞാൻ 2-3 പടങ്ങൾ ചെയ്യുന്നത് അത് വെറും പൈസക്ക് വേണ്ടി ചെയ്യുന്നതാ. ഈ സിനിമാ മോഹം കയറിയിട്ടേ ഒരുപാട് ചെറുപ്പക്കാർ ഈ ഓഡിഷൻ കൊണ്ടെന്നൊക്കെ പറഞ്ഞു പോയിട്ട് പറ്റിക്കപ്പെടുന്നുണ്ട്. എന്താ അവരോട് പറയാനുള്ളത്? അത് എന്താ പറയാ, അതിപ്പോ മോഹങ്ങള് അതിപ്പോ എല്ലാം നമുക്ക് അങ്ങനെ അടച്ചാക്ഷേപിക്കാനൊന്നും പറ്റില്ല. ചിലവര് ഓഡീഷനൊക്കെ നടത്തി നല്ല ഈ പറഞ്ഞ ലോഹി സാറ് പണ്ട് ഇങ്ങനെ പറയും, പുള്ളി പറയുമ്പോ പുള്ളിയുടെ ഇവിടെ ഷൊർണൂർ വീട്ടിലാകുമ്പോഴേ ഒരുപാട് കത്തുകൾ വരും. അങ്ങനെ ഇതില് അന്നൊന്നും ഈ ഫോണൊന്നും ഇല്ലല്ലോ, മൊബൈലൊന്നും ഇല്ല. അപ്പൊ കത്തുകൾ ഇങ്ങനെ വേഷം ചോദിച്ചിട്ടും അതും. അപ്പൊ അവിടെ ഇങ്ങനെ ഊണ് കഴിഞ്ഞിരിക്കുമ്പോ പുള്ളി അവിടെ എവിടെയെങ്കിലും കിടക്കുകയായിരിക്കും. അപ്പൊ ഞാൻ എന്റെ ഹോബി ഇതിങ്ങനെ വായിക്കല. കുറെ കത്ത് ഇങ്ങനെ പോസ്റ്ററാൻ കൊണ്ടായിരിക്കും. പുള്ളി ഇതൊന്നും ചിലത് തുറന്നു നോക്കുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ വായിക്കും. അപ്പൊ അതിലൊക്കെ സാറേ ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അത് ചെയ്യും, എനിക്ക് ആ കഴിവുണ്ട് ഈ കഴിവുണ്ട്. അപ്പൊ പുള്ളി എപ്പോഴും പറയുന്നത് ഈ അഭിനയ മോഹമായി നടക്കുന്ന പലരും കഴിവുള്ളവരൊന്നല്ല. പുള്ളി പറയും മോഹം അതിപ്പോ എന്താ വെച്ചാൽ എല്ലാവർക്കും ഈ സൂപ്പർ സ്റ്റാർ കാരണം ഈ സാമ്പത്തികവും അവർക്ക് കിട്ടുന്ന ഫെയിമും ഇതൊക്കെയാണ് മോഹിക്കണത്. പറയണ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഈ മമ്മൂക്കയോ അല്ലെങ്കിൽ ലാൽ സാറോ ഒക്കെ അവരുടെയൊക്കെ ഇപ്പോഴത്തെ സ്ഥിതികൾ കണ്ടിട്ടുള്ള ഒരു മോഹങ്ങളാണ് അവരുടെ ഫിനാൻഷ്യൽ ഇത്, പിന്നെ അവരോട് ജനങ്ങളോടുള്ള ക്രൈസ്. ഇത് അല്ലാതെ ഇപ്പൊ അവനവന്റെ ഇതിനുള്ള ഇതുണ്ടോ, എസൻസ് ഉണ്ടോ എന്ന് പലരും ചിന്തിക്കണില്ല. നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചിന്തിക്കണില്ല. ഇത് മാത്രമാണ് ഒരു കമ്പം.
അത് അവര് എന്താണ് ഇപ്പൊ ലാൽ സാറൊക്കെ വരുമ്പോ എന്താ ജനം കൂടുന്നത്, അവരോട് എന്താ ജനങ്ങളോടുള്ള ആരാധന, പിന്നെ അവരെ സാമ്പത്തിക സ്ഥിതികൾ എന്താണ്, ഇതല്ല അത്. അപ്പൊ അത് വേറൊരു രീതിയാണ്. അതിന്റെ പേരിൽ എങ്ങനെയെങ്കിലും നമുക്ക് സിനിമ അങ്ങനത്തെ ഒന്നും എവിടെയും ക്ലച്ച് പിടിച്ചതായിട്ട് സിനിമാ ചരിത്രത്തിലില്ല. കഴിവുള്ളവനെ തന്നെ മലയാള സിനിമ അംഗീകരിക്കുക, അത് സംശയമില്ലാത്ത കാര്യം. ഇനി അടുത്ത് കിടക്കണത് ഹരിഹരന്റെ ഫാമിലി ആരൊക്കെയാണ്? എന്റെ അമ്മ മരിച്ചു. അച്ഛൻ മരിച്ചിട്ട് കുറച്ചു കാലായി, 40 കൊല്ലായി. അമ്മ ഇപ്പൊ ഒരു 10 കൊല്ലം മുമ്പേ മരിച്ചു. ഇവിടെ ഇപ്പൊ ഞാനും വൈഫും, കുട്ടികളില്ല. മൂത്ത കുട്ടി നാഗ്പൂരാണ്. കുട്ടി എത്ര കുട്ടികളാ? എനിക്ക് 3 കുട്ടികളാ. അവർക്ക് സിനിമയായിട്ടുള്ള ബന്ധമുണ്ടോ? ആർക്കുമില്ല. ഇവിടുന്ന് ഹരിഹരൻ സിനിമ എന്നൊക്കെ പറഞ്ഞു പോകുമ്പോ വട്ടിയിട്ട് പോവാ? ഇല്ല, അടിയെടുക്കണമൊന്നുമില്ല. അത് മൂത്ത കുട്ടി അഗ്രികൾച്ചർ MBA പഠിക്കാൻ നാഗ്പൂര്. പിന്നെ ട്വിൻസാ, 8 കുട്ടികളാ. ഒരു ആണ്. 3 കുട്ടികൾ. 3 കുട്ടികൾ. 2 പെൺകുട്ടികളാ? 2 പെൺകുട്ടികളും 1 ആൺകുട്ടി. ഈ ട്വിൻസ് വിട്ടല്ല, ട്വിൻസ് ആണും പെണ്ണോ. മൂത്ത പെൺകുട്ടി അവള് നാഗ്പൂര് അഗ്രികൾച്ചർ MBA പഠിക്കണം, സിംബയോസിസിൽ. പിന്നെ ട്വിൻസില് ഒരു കുട്ടി പെൺകുട്ടി ഇവിടെ ജോലിയായി. മറ്റേ എറണാകുളത്ത് മറ്റേ ഇതില്ല, എന്താ മറ്റേ ഫുഡ് ഡെലിവറി സുമാറ്റോ, അതില് ജോലിയായി. പിന്നെ മകൻ ഇപ്പോ എന്താ പറയാ PG എടുത്തു. PG കഴിഞ്ഞു. ഇപ്പൊ ഒരു കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനിപ്പോ ഇവിടെ ഉള്ളു. കുറച്ച് കൃഷിയും കാര്യങ്ങളും, പിന്നെ ക്ഷേത്രം പറഞ്ഞില്ലേ, 2 ക്ഷേത്രങ്ങളിൽ. അതിന്റെ അപ്പുറത്ത് വേറെ ക്ഷേത്രമുണ്ട്. നിങ്ങൾ വന്ന ക്ഷേത്രത്തിന്റെ അതിപ്പോ നമ്മുടെ കുടുംബപരമായ ക്ഷേത്രങ്ങളാണ്. അതിപ്പോ ഇവിടെ ഇപ്പൊ ഞങ്ങളുടെ ഈ തറവാട്ടില് ഞാനേ ഉള്ളൂ ഇപ്പൊ ഇവിടെ ഇത് നോക്കി നടത്താൻ. അപ്പൊ അതിന്റെ ചില ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പോകും. അത് നമുക്ക് വേഷങ്ങള് ആരെങ്കിലും വിളിച്ചാൽ പോവില്ല എന്നൊന്നുമില്ല, പോകും. നിർബന്ധമായിട്ടും പോകും. നമ്മുടെ തൊഴിലല്ലേ. അപ്പൊ എന്തായാലും ഞാൻ ഇത് പ്രത്യേകിച്ച് വന്നതെന്ന് വെച്ചാൽ പറഞ്ഞല്ല, ഇത്തരത്തിൽ കുറെ കലാകാരന്മാർ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നഷ്ടപ്പെടുക പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ചിലപ്പോൾ ആളുകൾ മറന്നു പോണതായിരിക്കും, അല്ലെങ്കിൽ പഴയ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. ഇദ്ദേഹമൊക്കെ സംബന്ധിച്ച് നല്ലൊരു ആർട്ടിസ്റ്റ് ആണെന്ന് ഇനി തെളിയിക്കേണ്ട ആവശ്യമില്ല. തെളിയിച്ച ആളാണ് ഫീൽഡിൽ. വലിയ ബിഗ് സിനിമകളിലൊക്കെ പോയി നല്ല വേഷങ്ങൾ ചെയ്ത് അത് മുഴുവൻ ജനങ്ങൾ ഹൃദയത്തിലായിട്ട്. ഇപ്പോ ഓരോ കഥാപാത്രങ്ങളെയും മനസ്സിൽ, ഇപ്പൊ ജോക്കറിലൊന്നും ഒരിക്കലും നമ്മൾ ആ സ്ഥാനത്തെ അവിടുന്ന് അങ്ങോട്ട് പോകണ കാര്യത്തിനായിരിക്കും മാറിപ്പോവാണ്. കഥാപാത്രത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ മാത്രമാണ് ഒരു കുടുംബസ്ഥനായിട്ട് മാറുന്നത്. അതുവരെ ആ കഥാപാത്രമായിട്ട് അറ്റാച്ച് ചെയ്ത് അഭിനയിക്കുന്ന ചുരുക്കം ചില ആളുകളുടെ ഒരാളാണ് ഹരിഹരൻ. അപ്പൊ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് ഇതുപോലുള്ള കലാകാരന്മാരെ കൂടി ശ്രദ്ധിക്കാനുള്ള ഒരു ഇതുണ്ടാവട്ടെ എല്ലാ സംവിധായകർക്കും. കാരണം വേറൊന്നുമല്ല, ഇപ്പൊ കുറെ പഴയ ആർട്ടിസ്റ്റുകളൊക്കെ നമ്മളിൽ നിന്ന് അകന്നുപോയി. അതിനുശേഷം ഈ ന്യൂ ജനറേഷൻ ഒരു സിനിമ ഫീൽഡ് കൈയടക്കിയപ്പോ ഇതുപോലുള്ള പല ആളുകളും മാറ്റി നിർത്തപ്പെട്ടിട്ടോ അറിഞ്ഞോ അറിയാതെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. അതൊന്നും മാറ്റി നിർത്തപ്പെടാതിരിക്കട്ടെ. എന്തായാലും ഹരിഹരന് ഒരുപാട് അവസരങ്ങളും കാര്യങ്ങളും ഉണ്ടാവട്ടെ. ആശംസകൾ. താങ്ക് യു. ഇത്ര നേരം എന്നോടും എന്റെ ചാനലിനോടും സഹകരിച്ച ഹരിഹരന് 1000 നന്ദി. താങ്ക് യു.